അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിഷയം വസ്നുകളും വിവിധ അർത്ഥങ്ങളും. ഫിഅലുകളെ ചില വസ്നുകളിലേക്ക് മാറ്റുന്നത് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് ഫഅല വസ്നിലേക്ക് ക്രിയകളെ മാറ്റുന്നതിൻ്റെ ചില ആവശ്യങ്ങൾ പറയാം. ഒന്ന്, ക്രിയയെ സകർമ്മകമാക്കാൻ വേണ്ടി. ഉദാഹരണം, ഫഅല യഫ്അലു വസ്നിലുള്ള ഫരിഹ യഫ്റഹു എന്ന ഫിഅലിനെ ഫഅല യുഫഅലു വസ്നിലേക്ക് മാറ്റി ഫറഹ യുഫരിഹു എന്ന് ആക്കുന്നത് എന്തിനാണ്? ഫരിഹ എന്നത് ലാസിമായ ഫിഅലാണ്. മുതഅദ്ദിയാക്കാൻ വേണ്ടി ഫഅല വസ്നിലേക്ക് മാറ്റി ഫറഹ. ഫരിഹ യഫ്റഹു ഫറഹൻ. ഫരിഹ അവൻ സന്തോഷിച്ചു. ഫറഹ യുഫരിഹു തഫ്രീഹൻ. ഫഅല യുഫഇലു തഫ്ഈലൻ. ഫരിഹ എന്നതിൻ്റെ അർത്ഥം അവൻ സന്തോഷിച്ചു എന്നാണല്ലോ. ഫറഹ അവൻ സന്തോഷിപ്പിച്ചു. ഫരിഹ അവൻ ആഹ്ലാദിച്ചു. ഫറഹ അവൻ ആഹ്ലാദിപ്പിച്ചു. ഫരിഹ അവൻ ആനന്ദിച്ചു. ഫറഹ അവൻ ആനന്ദിപ്പിച്ചു. ഫരിഹ അവൻ മോദിച്ചു. ഫറഹ അവൻ മോദിപ്പിച്ചു. രണ്ട്, ക്രിയയുടെ ആധിക്യത്തെ കാണിക്കാൻ വേണ്ടി. ക്രിയയുടെ ആധിക്യത്തെ കാണിക്കാൻ വേണ്ടി ചില ക്രിയകളെ ഫഅല യുഫഇലു വസ്നിലേക്ക് മാറ്റാറുണ്ട്. ഉദാഹരണം, ഖതഅ എന്ന ഫിഅലിനെ ഖത്തഅ എന്ന് ആക്കുന്നത് എന്തിനാണ്? ക്രിയയുടെ ആധിക്യത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ഖതഅ അവൻ കഷണിച്ചു.
ഖത്വഅ അവൻ കഷ്ണമാക്കി, അവൻ കഷ്ണമാക്കി എന്ന് പറയുമ്പോൾ ക്രിയയുടെ ആധിക്യത്തെ കാണിക്കുന്നുണ്ട്. ഇനി ഇവയുടെ വിവിധ അർത്ഥങ്ങൾ പറയാം. ഖത്വഅ യഖ്തഉ ഖത്വഅൻ, ഫഅല യഫ്അലു ഫഅലൻ വസ്നാണ്. ഖത്വഅ എന്നതിൻ്റെ വിവിധ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. ഖത്വഅ അവൻ മുറിച്ചു, അവൻ ഛേദിച്ചു, അവൻ വെട്ടി, അവൻ മുറിച്ചു കളഞ്ഞു, അവൻ വെട്ടിമാറ്റി, അവൻ മുറിവേൽപ്പിച്ചു, അവൻ നിറുത്തി, അവൻ തടഞ്ഞു നിർത്തി, അവൻ വിരമിപ്പിച്ചു, അവൻ താണ്ടി, അവൻ തരണം ചെയ്തു, അവൻ മുറിച്ചു കടത്തി, അവൻ വേർപ്പെടുത്തി, അവൻ വിച്ഛേദിച്ചു, അവൻ ഉപയോഗിച്ചു തീർത്തു, അവൻ ഉപഭോഗിച്ചു. ഇങ്ങനെ ഖത്വഅ എന്നതിന് അനേകം അർത്ഥങ്ങളുണ്ട്. ഖത്വഅ യുഖത്തിഉ തഖ്തിഅൻ, ഫഅല യുഫഇലു തഫ്ഈലൻ. ഖത്വഅ എന്നതിൻ്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. ഖത്വഅ അവൻ കഷണമായി മുറിച്ചു, അവൻ കഷണങ്ങളാക്കി, അവൻ ചീന്തി, അവൻ പിച്ചിച്ചീന്തി, അവൻ കൊത്തി നുറുക്കി, അവൻ ഗണം തിരിച്ചു, അവൻ പദ്യത്തിൻ്റെ മാത്ര നിർണയിച്ചു. ഇങ്ങനെ അനേകം അർത്ഥങ്ങളുണ്ട്. ഖത്വഅ എന്നതിൻ്റെ ആദ്യം പറഞ്ഞ അർത്ഥങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവൻ കഷണമായി മുറിച്ചു, അവൻ കഷണങ്ങളാക്കി. ഈ അർത്ഥങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ക്രിയയുടെ ആധിക്യത്തെ കാണിക്കുന്നുണ്ട്. കർമ്മത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയും ഫഅല യുഫഇലു വസ്നിലേക്ക് മാറ്റാറുണ്ട്. ഉദാഹരണം, കഫറ അവൻ കാഫിറായി, അവൻ സത്യനിഷേധിയായി, അവൻ അവിശ്വാസിയായി. കഫറ അവൻ അയാളെ കാഫിറാണെന്ന് വിധിച്ചു. കഫറ എന്നതിൻ്റെ അർത്ഥത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കഫറ എന്നതിൽ കർമ്മത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കുന്നുണ്ട്. കഫറ എന്ന ഫിഅല് കർമ്മത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കുന്നുണ്ട്. കഫർതുഹു ഞാൻ അവനെ കാഫിറാണെന്ന് വിധിച്ചു. ഇവിടെ അവനെ എന്നതാണ് കർമ്മം. അവനെ എന്നർത്ഥമുള്ള ഹു എന്നതാണ് കർമ്മം. ആ കർമ്മത്തിന് ക്രിയയോടുള്ള ബന്ധം കാണിക്കുന്നുണ്ട്. കഫറ എന്നതിന് അനേകം അർത്ഥങ്ങളുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ആദ്യം വസ്ന് പറയാം. കഫറ യക്ഫുറു, ഫഅല യഫ്ഉലു. കഫറ യക്ഫുറു കുഫ്രൻ, കഫ്രൻ, കുഫൂറൻ, കുഫ്രാനൻ. നന്നായി മനസ്സിലാക്കണം. കഫറ യക്ഫുറു
എന്നിവയുടെ മസ്ദറുകൾ: 1 കുഫ്രൻ, 2 കഫ്രൻ, 3 കുഫൂറൻ, 4 കുഫ്രാനൻ. കഫറ അവൻ മൂടിവച്ചു, അവൻ മറച്ചുവെച്ചു, അവൻ ഗോപ്യമാക്കി. കഫറ അവൻ അവിശ്വസിച്ചു, അവൻ നിഷേധിച്ചു, അവൻ വിശ്വാസം നിരാകരിച്ചു, അവൻ ഈശ്വര നിന്ദ ചെയ്തു. കഫറ അവൻ നന്ദികേടു കാട്ടി. കഫറ അവൻ അവിശ്വാസിയായി, അവൻ സത്യനിഷേധിയായി. കഫറ എന്നതിൻ്റെ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. കഫറ അവൻ മറച്ചുവെച്ചു, അവൻ ഒളിച്ചുവെച്ചു, അവൻ പാപം പരിഹരിച്ചു, അവൻ പാപം പോക്കി. കഫറ അവൻ പ്രായശ്ചിത്തം ചെയ്തു, അവൻ പ്രായശ്ചിത്തം കൊണ്ടു വീണ്ടെടുത്തു. ഇങ്ങനെ കഫറ എന്നതിനും അനേകം അർത്ഥങ്ങളുണ്ട്. നാലാമത്തെ ആവശ്യം, വിപരീത അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ഫഅല യുഫഇലു വസ്നിലേക്ക് മാറ്റും. ഉദാഹരണം, ഫർറത അവൻ വീഴ്ച വരുത്തി. ഫർറത എന്നതിൻ്റെ വിവിധ അർത്ഥങ്ങൾ പറഞ്ഞു തരാം. ഫർറത എന്ന ഫിഇലിന് വയ്യഅ എന്ന ഫിഇലിൻ്റെ അർത്ഥങ്ങളുണ്ട്. ഫർറത അവൻ പാഴാക്കി, അവൻ ചീത്തയാക്കി കളഞ്ഞു, അവൻ നശിപ്പിച്ചു, അവൻ ദുർവ്യയം ചെയ്തു. ഫറത ഫറത യഫുറുതു ഫർതൻ വഫുറൂതൻ. ഫഅല യഫ്ഉലു വസ്നിലുള്ള ഫിഇലാണ് ഫറത യഫുറുതു. ഫറത എന്നതിൻ്റെ മസ്ദറുകൾ: ഫർതൻ, ഫുറൂതൻ. ഫറത അവൻ മറികടന്നു, അവൻ മുൻകടന്നു, അവൻ മുന്നിലെത്തി, അവൻ ധൃതി പിടിച്ചു, അവൻ ശീഘ്രഗതിയിലായി, അവൻ ശീഘ്രഗതിയിലാക്കി എന്നാണ്. അവൻ ത്വരിതഗതിയിലെത്തി. വിപരീത അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി ഫഅല യുഫഇലു വസ്നിലേക്ക് മാറ്റും എന്നതിന് ഉദാഹരണമായിട്ട് നമ്മൾ ഫർറത എന്ന് പറഞ്ഞു. ഫർറത അവൻ വീഴ്ച വരുത്തി, അവൻ പാഴാക്കി. ഫറത എന്നതിൻ്റെ ചില അർത്ഥങ്ങളുടെ വിപരീത അർത്ഥങ്ങളാണ് ഫർറത എന്നതിന് ഉള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ വ്യക്തമാകും. അഫ്അല വസ്നിലുള്ള ചില ക്രിയകളുടെ അർത്ഥം ലഭിക്കാൻ വേണ്ടി ഫഅല വസ്നിലേക്ക് മാറ്റാറുണ്ട്. ഉദാഹരണം, ഖബ്ബറ. ഖബ്ബറ എന്നതിന് അഖ്ബറ എന്നതിൻ്റെ അർത്ഥമുണ്ട്. ഖബ്ബറ അവൻ അറിയിച്ചു, അഖ്ബറ അവൻ അറിയിച്ചു. ഖബ്ബറ എന്നതിൻ്റെ പല അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓരോ ഫിഇലിനും പല അർത്ഥങ്ങൾ ഉണ്ടാകും.
അവ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഖബ്ബറ യുഖബ്ബിറു തഖ്ബീറൻ, ഫഅല യുഫഇലു തഫ്ഈലൻ. ഖബ്ബറ അവൻ അറിയിച്ചു, അവൻ ബോധനം നൽകി, അവൻ ഉപദേശിച്ചു, അവൻ വിജ്ഞാപനം ചെയ്തു, അവൻ തെര്യപ്പെടുത്തി. അഖ്ബറ എന്നതിനും അവൻ അറിയിച്ചു എന്നർത്ഥമുണ്ട്. ഖബ്ബറ എന്നതിനും അഖ്ബറ എന്നതിനും അവൻ അറിയിച്ചു, അവൻ വിവരം നൽകി, അവൻ തെര്യപ്പെടുത്തി തുടങ്ങിയ പല അർത്ഥങ്ങളും ഉണ്ട്. നാമത്തിൽ നിന്ന് ക്രിയ ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ ഫഅല യുഫഇലു വസ്നിലേക്ക് മാറ്റാറുണ്ട്. ഉദാഹരണം ഖബ്ബസ. ഖുബുസുൻ എന്നതിന്റെ അർത്ഥം റൊട്ടി എന്നാണല്ലോ. ഫഅല വസ്നിലുള്ള ഖബ്ബസ എന്നതിന്റെ അർത്ഥം അവൻ റൊട്ടി ഉണ്ടാക്കി എന്നാണ്. ഖുബുസുൻ എന്ന നാമത്തിൽ നിന്ന് ഖബ്ബസ എന്ന ക്രിയ ഉണ്ടാക്കി. ഖുബുസുൻ റൊട്ടി, ഖബ്ബസ അവൻ റൊട്ടി ഉണ്ടാക്കി. ഇനി ഖുബുസുൻ എന്നതിൻ്റെ വിവിധ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. ഖുബുസുൻ എന്നതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഖുബുസുൻ അപ്പം, ഖുബുസുൻ റൊട്ടി. ഖുബുസുൻ എന്നതിൻ്റെ ജംഅ് അഖ്ബാസുൻ, അഖ്ബാസുൻ അപ്പങ്ങൾ, റൊട്ടികൾ. ഖുബുസുൻ എന്ന ഇസ്മിൽ നിന്ന് ഖബ്ബസ എന്ന ഫിഇലിനെ ഉണ്ടാക്കി. ഖബ്ബസ അവൻ റൊട്ടി ഉണ്ടാക്കി, അവൻ അപ്പം ഉണ്ടാക്കി, അവൻ അപ്പം ചുട്ടു. ഫഅല വസ്നിലുള്ള ചില ക്രിയകളുടെ അർത്ഥം ലഭിക്കാൻ വേണ്ടി ഫഅല വസ്നിലേക്ക് മാറ്റാറുണ്ട്. ഫഅല യുഫഇലു തഫ്ഈലൻ വസ്നിലുള്ള ചില ക്രിയകൾക്ക് ഫഅല യഫ്അലു വസ്നിലുള്ള ചില ക്രിയകളുടെ അർത്ഥം ഉണ്ടാവാറുണ്ട്. ഉദാഹരണം കല്ലമ. കല്ലമ യുകല്ലിമു തക്ലീമൻ. കല്ലമ അവൻ സംസാരിച്ചു. കല്ലമ എന്നതിൻ്റെ വിവിധ അർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് നന്നായി പഠനം നടത്തണം. കല്ലമ അവൻ സംസാരിച്ചു, അവൻ വർത്തമാനം പറഞ്ഞു, അവൻ മുറിവേൽപ്പിച്ചു, അവൻ ക്ഷതമേൽപ്പിച്ചു, അവൻ മുറിച്ചു. കല്ലമ എന്ന ഫിഇലിന് ജറഹ എന്ന ഫിഇലിന്റെ അർത്ഥങ്ങളായ അവൻ മുറിവേൽപ്പിച്ചു, അവൻ ക്ഷതമേൽപ്പിച്ചു, അവൻ മുറിച്ചു എന്നീ അർത്ഥങ്ങളും ഉണ്ട്. കലമ യക്ലിമു കൽമൻ. ഫഅല യഫ്ഇലു ഫഅലൻ. കലമ എന്നതിന് അവൻ മുറിവേൽപ്പിച്ചു, അവൻ പരിക്കേൽപ്പിച്ചു, അവൻ ക്ഷതപ്പെടുത്തി എന്നീ അർത്ഥങ്ങളുണ്ട്. ഫിഇലുകളെ കുറിച്ച് അനേകം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അവ നന്നായി മനസ്സിലാക്കണം. ഇന്ന് ഫഅല യുഫഇലു തഫ്ഈലൻ വസ്നിലേക്ക് ഫിഇലുകളെ മാറ്റുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്
എന്നാണ് ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് ഫഅല, അഫ്അല തുടങ്ങിയ വസുനുകളിലേക്ക് ക്രിയകളെ മാറ്റുന്നത് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, അപ്പോൾ ഏതെല്ലാം അർത്ഥങ്ങൾ ലഭിക്കും, എന്തെല്ലാം അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകും, അതിനെക്കുറിച്ച് ഉദാഹരണ സഹിതം ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് സ്വീകരിക്കട്ടെ. ഇത് ധാരാളം ആളുകൾക്ക് ഉപകരിക്കുന്ന ക്ലാസ്സാക്കി അല്ലാഹു തആല മാറ്റിത്തരട്ടെ. അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. രണ്ട് ലോകത്ത് നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.